Hi everyone, welcome to Arma Vibes Grammar Class Day 3. ഇത് നമുക്ക് വേർബ്സിൻ്റെ ഡിവിഷൻസ് ആയ മെയിൻ വേർബ്സും ഓക്സിലറീസും പിന്നെ മോഡൽ ഓക്സിലറീസും പഠിക്കാം. ആദ്യം മെയിൻ വേർബ്സ് എന്താണെന്ന് നോക്കാം. Main verbs expresses primary action or state of being. മെയിൻ വേർബ്സ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ, നെയിം ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ അത് ആയിരിക്കുന്ന അവസ്ഥ, അതാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഇൻഡിപെൻഡൻറ്റ് ഓർ യൂസ്ഡ് വിത്ത് ഓക്സിലറീസ്. അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഷീ എയ്റ്റ് ആൻ ആപ്പിൾ എസ്റ്റർഡേ. ഇവിടെ എയ്റ്റ് ആണ് ആക്ഷൻ വേർഡ്. എയ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്, ഓക്സിലറി വേർബ് ഇല്ലാതെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ ആം റൈറ്റിംഗ്, ഇവിടെ റൈറ്റിംഗ് ആണ് ഇവിടുത്തെ മെയിൻ വേർബ്. പക്ഷേ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ആം എന്ന ഓക്സിലറിയുടെ കൂടെയാണ്. മെയിൻ വേർബ്സിനെ നമ്മൾ ലെക്സിക്കൽ വേർബ്സ് എന്നും പറയാറുണ്ട്. മറ്റ് എക്സാമ്പിൾസ് ഇതൊക്കെയാണ്: സിങ്, ഡാൻസ്, ഈറ്റ്, ലിസൺ, ക്ലീൻ, ടീച്ച്, കുക്ക് തുടങ്ങി ഒത്തിരി മെയിൻ വേർബ്സ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷൻസിൻ്റെയും പേരാണ് ശരിക്കും മെയിൻ വേർബ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓക്സിലറീസ് എന്താണെന്ന് പഠിക്കാം. Verbs that help the main verb to form different tenses, moods or voices are called auxiliary verbs. ശരിക്കും ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത് മെയിൻ വേർബ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രൈമറി ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത് ബി, ഹാവ് ആൻഡ് ഡു. ഓക്സിലറി വേർബ്സ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ടെൻസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കൂ. ഇനി പ്രൈമറി ഓക്സിലറി വേർബ് ആയ ബി എന്താണ്? Am, is, are, was, were, being and been are conjugated or inflected versions of be. ബിയുടെ പല വേർഷൻസ് അല്ലെങ്കിൽ ഫോംസ് ആണ് ആം, ഈസ്, ആർ, വാസ്, വെയർ എന്ന് തുടങ്ങിയവ. ഫോർ എക്സാമ്പിൾ നോക്കി, ഐ ആം റൈറ്റിംഗ്, ദേ ആർ ഡാൻസിങ്. ഇവിടെ ഇതെല്ലാം ബിയുടെ ഫോംസ് ആണ്, ആം, ആർ ഇതൊക്കെ. പ്രൈമറി ഓക്സിലറി ആയ ഹാവിൻ്റെ യൂസ് എന്താണ്? ഹാവ് ഇസ് യൂസ്ഡ് ടു ഫോം പെർഫെക്റ്റ് ടെൻസസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ പ്രൈമറി ഓക്സിലറി ആയ ഡൂവിൻ്റെ യൂസസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫോം ക്വസ്റ്റ്യൻസ്. എക്സാമ്പിൾ, ഡു യു നോ. അതുപോലെ നെഗറ്റീവ്സ് യൂസ് ചെയ്യുന്നു, ഐ ഡു നോട്ട് ലൈക്ക്. അതുപോലെ എംഫസിസ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നു, ഐ ഡു ലൈക്ക് ഇറ്റ്. എംഫസിസ് മീൻസ് സ്ട്രെസ്. ഇനി ഹൗ ദേ വർക്ക് ടുഗെദർ, എങ്ങനെയാണ് മെയിൻ വേർബ്സും ഓക്സിലറീസും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്? ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇവിടെ റൈറ്റിംഗ് എന്ന് പറയുന്നത് മെയിൻ വേർബാണ്, ഹാവും ബീനും ഓക്സിലറീസ് ആണ്. അങ്ങനെ ഒരുമിച്ച് വരുന്നു. ഓക്സിലറീസും മെയിൻ വേർബ്സും ഇപ്പോൾ ഒരുമിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഓക്സിലറി വേർബ്സ് പ്രൊവൈഡ് ഗ്രമാറ്റിക്കൽ ഇൻഫർമേഷൻ സച്ച് as tense, while the main verb provides the core meaning. ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത് ഗ്രമാറ്റിക്കലായിട്ടുള്ള ഇൻഫർമേഷനാണ് തരുന്നത്, ഗ്രാമറാണ് നോക്കുന്നത്. പക്ഷേ മെയിൻ വേർബ് അതിൻ്റെ കോർ മീനിങ്ങും തരുന്നു. മോഡൽ ഓക്സിലറീസ് ഏതൊക്കെയാണ്? എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്? Model auxiliary verbs, a type of auxiliary verb that expresses possibility, necessity, ability or permission such as can, could, should, will, must, ought to, etc. For example, you should go, you may go, it might rain. മോഡൽ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത് ഒരു തരം ഓക്സിലറി വേർബാണ്. ഇത് സൂചിപ്പിക്കുന്നത് പോസിബിലിറ്റി, അതായത് സാധ്യത, എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇറ്റ് മേ റെയിൻ, അവിടെ മേ എന്ന് പറയുന്നത് മോഡൽ ഓക്സിലറിയാണ്. നെസസിറ്റി, ആവശ്യകത. അതുപോലെ ഒരാളുടെ എബിലിറ്റി, കഴിവ്. പെർമിഷൻ ചോദിക്കുക, അതായത് അനുവാദം ചോദിക്കുന്നത്. ഇപ്പോൾ മേ ഐ കം ഇൻ. യു ഷുഡ് ഡു, നിങ്ങളത് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ മോഡൽ ഓക്സിലറീസ് യൂസ് ചെയ്യുന്നത്. ഓരോ മോഡൽ ഓക്സിലറിയുടെയും ഇൻഡിക്കേറ്റേഴ്സും എക്സാമ്പിൾസും പിന്നെ മെയിൻ ആൻഡ് ഓക്സിലറി വേർബ്സിൻ്റെ വർക്ക്ഷീറ്റും ചേർത്ത് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.